ഞാൻ വേറൊരു ക്ലേ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കുറച്ച് ക്ലേ എനിക്ക് ബാക്കി വന്നു. ഈ ഫെവിക്രിലിൻ്റെ ഈ ക്ലേയുടെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ വേഗം ഇത് ഡ്രൈ ആവും. സോ അതിന് മുന്നേ ഇതെന്തിലെങ്കിലും യൂസ് ചെയ്യണമല്ലോ എന്ന് വെച്ചിട്ട് ഞാനൊരു സാധനം ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം പേപ്പർ എടുത്തു, എന്നിട്ട് അതിൽ കുറച്ച് പൗഡർ സ്പ്രെഡ് ചെയ്തിട്ട് ഇതുപോലെ പരത്തിയെടുത്തു. വളരെ നേർപ്പിക്കണ്ട കേട്ടോ, ചപ്പാത്തി പോലെയൊന്നും ആക്കണ്ട, കുറച്ച് തടുപ്പിൽ ഞാനത് പരത്തിയെടുത്തു. എന്നിട്ട് അതിലൊരു ബട്ടർഫ്ലൈൻ്റെ ചിത്രം ഇതുപോലെ വരച്ചെടുത്തു. ദെൻ ഞാൻ ബട്ടർഫ്ലൈനെ മാത്രമായിട്ട് കട്ട് ചെയ്തെടുത്തു. ആക്ച്വലി ഞാൻ ഉദ്ദേശിക്കണത് ഒരു കീച്ചെയിൻ ഉണ്ടാക്കാനാട്ടോ. എന്നിട്ട് അതിൻ്റെ ബോഡിയില്ലേ അത് കുറച്ച് തിക്കായിട്ട് കൊടുത്തു, കാണുന്നില്ലേ? അപ്പോൾ കീച്ചെയിൻ ആണല്ലോ ഉദ്ദേശിക്കണേ. അപ്പം നമുക്ക് വേണ്ട മെയിനായിട്ടുള്ള സാധനം ഇതുപോലൊരു കൊളുത്താണ്. അപ്പം ഞാനതെങ്ങനെയൊക്കെയോ അതിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. ദെൻ ഞാനിത് ഡ്രൈ ആക്കാൻ വെച്ചു. ഓക്കെ, ഫെവിക്രിൽ ക്ലേ പെട്ടെന്ന് ഡ്രൈ ആവും, ഒരു 20 മിനിറ്റ് 30 മിനിറ്റ് ഒക്കെ കൊണ്ട് ഡ്രൈ ആവും. സോ ഞാൻ ഡ്രൈ ആയതിനു ശേഷം ബട്ടർഫ്ലൈനെ അതിൽ നിന്ന് ഇങ്ങനെ പറിച്ചെടുത്തു കേട്ടോ. അതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബേസ് കളർ കൊടുക്കുക. വൈറ്റാണ് കൊടുക്കണം കേട്ടോ. വൈറ്റ് കൊടുത്താൽ അതിൻ്റെ മുകളിൽ വേറെ എന്തെങ്കിലും കളർ കൊടുത്താൽ ഭംഗി ഉണ്ടാവുള്ളൂ. സോ ബേസായിട്ട് ഞാൻ കുറച്ച് വൈറ്റ് കൊടുത്തു. ഇതിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് ഡ്രൈ ആവും. പെയിൻറ്റ് ചെയ്താലും പെട്ടെന്ന് ഡ്രൈ ആവും. ദെൻ ഈ ഒരു കളറാട്ടോ ഞാൻ ബട്ടർഫ്ലൈക്ക് ആദ്യം തീരുമാനിച്ച കളർ. പക്ഷേ ഫൈനലാകുമ്പോഴത്തേക്കും കളർ മാറുന്നുണ്ട്. ഓക്കെ, ആദ്യം ഫുള്ളായിട്ട് ഞാൻ ഈ കളർ കൊടുത്തു. അതിനുശേഷം നമുക്ക് ബട്ടർഫ്ലൈൻ്റെ ഒരു സ്ട്രക്ചർ ബ്ലാക്ക് പെയിൻറ്റ് വെച്ചിട്ട് കൊടുക്കണം. നിങ്ങളുടെ കയ്യിൽ ബ്ലാക്ക് മാർക്കർ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. എൻ്റെ അടുത്തില്ല, കഴിഞ്ഞുപോയി. സോ ഞാൻ ഡോംസിൻ്റെ ബ്രഷ് പെന്ന് വെച്ചിട്ടാണ് ആദ്യം ഇതിൻ്റെ സ്ട്രക്ചർ വരച്ചത്. അതിനുശേഷം അതിൻ്റെ മുകളിൽ ആക്രിലിക് കൊണ്ട് വരയ്ക്കുക ചെയ്തത്. ഓക്കെ, ഇപ്പോൾ കളർ മാറി കേട്ടോ. ആക്ച്വലി ബ്ലാക്ക് കൊണ്ട് വരയ്ക്കുന്നതിൽ കുറച്ച് മിസ്റ്റേക്കൊക്കെ പറ്റി. സോ ഞാൻ കളർ ചേഞ്ച് ചെയ്തു. പക്ഷേ ഈ കളർ കുറച്ചും കൂടി ഭംഗിയായിട്ട് എനിക്ക് തോന്നി. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ വെച്ചാൽ ഇതിൽ കുറച്ച് വൈറ്റ് ഡോട്ടുകൾ ഇടണം. അപ്പോൾ കുറച്ചും കൂടെ ഭംഗിയായിട്ട് നമ്മുടെ ബട്ടർഫ്ലൈക്ക്. അപ്പം ഞാൻ ആക്രിലിക് യൂസ് ചെയ്തിട്ട് കുറച്ച് വൈറ്റ് ഡോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി ഇത് കംപ്ലീറ്റായി. ഇനി വാർണിഷ് വേണോ റെസിൻ വേണോ എന്ന് ആലോചിച്ചപ്പോൾ ഞാൻ കരുതി കുറച്ച് റെസിൻ കൊടുക്കാം. ഞാനിവിടെ വാങ്ങി വെച്ചിട്ടുണ്ടല്ലോ, വെറുതെ എന്തിനാ കളയുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് റെസിൻ്റെ പരിപാടിയിലേക്ക് നീങ്ങി കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് റെസിൻ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. പാളിപ്പോകുമോ എന്നായിരുന്നു എൻ്റെ ഡൗട്ട്. പക്ഷേ പാളിപ്പോയിട്ടില്ല, പക്ഷെ കുറച്ച് കൂടിപ്പോയി. എനിക്കില്ലേ ഭയങ്കര ഗ്ലോസി ആയിട്ട് കാണാൻ ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ധാരാളമായിട്ട് റെസിനെടുത്ത് ഒഴിച്ചു കേട്ടോ. പക്ഷേ കൂടുതലാണ്. പിന്നെ എന്നെ കാണാൻ കുറച്ച് ലുക്കില്ല എന്നുള്ളൂ. എൻ്റെ അടുത്തില്ലേ എല്ലാ ഐറ്റംസും ഉണ്ട്. ഞാനിതാ UV ലൈറ്റ് ഇട്ട് അതൊന്ന് ഡ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫൈനൽ റിസൾട്ടിൽ ഭയങ്കര ക്യൂട്ടാണ്. ക്യൂട്ട് എന്നല്ല, ഭയങ്കര ഭംഗി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതില്ലേ നമ്മുടെ റൂം വെളിച്ചത്തിൽ ഒരു ഭംഗിയില്ല. സോ നാളെ ഞാനിതിൻ്റെ സൺലൈറ്റിലുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇത് ചെയ്തു നോക്കുക.